ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു കരിയർ ലൈൻ കേരള. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വന്നിരിക്കുന്ന ഓഫീസർ ഗ്രേഡ് എ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടീസ് വന്നിരിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജനറൽ സ്ട്രീം, ലീഗൽ സ്ട്രീം, ഇൻഫർമേഷൻ ടെക്നോളജി സ്ട്രീം, റിസർച്ച് സ്ട്രീം, ഒഫീഷ്യൽ ലാംഗ്വേജ് സ്ട്രീം, എഞ്ചിനീയറിംഗ് സ്ട്രീം ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക് ആൻഡ് സിവിൽ സ്ട്രീം, ഇത്രയും പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ബിടെക് ആണെങ്കിലും LLB ആണെങ്കിലും ഇനി നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി, ഏത് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അറിഞ്ഞ വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം 2 വീഡിയോസ് വീതം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി DDAയുടെ കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ്. ഏകദേശം 2 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് മാസശമ്പളം ലഭിക്കാവുന്ന, തുടക്ക ശമ്പളം തന്നെ അത്രയും ലഭിക്കാവുന്ന പോസ്റ്റുകളാണ് അതിനകത്ത് ഉള്ളത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകളുണ്ട്. മിനിമം 10th ക്വാളിഫിക്കേഷൻ മുതൽ PG ക്വാളിഫിക്കേഷൻ വരെയുള്ള എല്ലാവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും, LLB ആയിക്കോട്ടെ, ബിടെക് ആയിക്കോട്ടെ, ഏത് ഗ്രാജുവേഷനോ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഡിപ്ലോമ, ITI തുടങ്ങിയ എല്ലാ പോസ്റ്റിലുള്ള എല്ലാ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഡിഫറെൻറ്റ് പോസ്റ്റുകൾ അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ലാസ്റ്റ് എൻ്റെ സ്ക്രീനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേര് കൺഫ്യൂഷൻ ചോദിച്ചതാണ്. ഇന്ത്യ പോസ്റ്റ് നിയമനത്തിൽ ഒരു നിയമനം വന്നിട്ടുണ്ടായിരുന്നു. അത് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടാണോ GDSന് വേണ്ടിയിട്ടാണോ എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഈ 2 വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനായിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിലേക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മുന്നത്തെ വീഡിയോസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓഫീസർ ഗ്രേഡ് എ പോസ്റ്റിനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനകത്ത് ആദ്യം വന്നിരിക്കുന്ന പോസ്റ്റ് ജനറൽ പോസ്റ്റ് ആണ്. ഇതിനകത്ത് 56 പോസ്റ്റുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ മിനിമം 2 years ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലോ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, കമ്പനി സെക്രട്ടറി, കോസ്റ്റ് അക്കൗണ്ടന്റ്, ഇത് ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് രണ്ടാമത് വന്നിരിക്കുന്ന പോസ്റ്റ് ലീഗലാണ്. ലീഗലിനകത്ത് 20 വാക്കൻസീസ് ആണ് ഉള്ളത്. ഇതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ ആണ്. നിങ്ങൾക്ക് LLB ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിൽ പോസ്റ്റുകൾ നിങ്ങൾക്ക് ഫൈനൽ ഇയർ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റ് പറയും. അപ്പോൾ ലീഗൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നത്, നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അൺഡിസൈറബിൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2 years പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആസ് ആൻ അഡ്വക്കേറ്റ്. നിങ്ങളൊരു അഡ്വക്കേറ്റ് ആയിട്ട് നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഡിസൈറബിൾ എക്സ്പീരിയൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് വരെ ആഫ്റ്റർ ബീങ് എൻറോൾഡ്, നിങ്ങൾ എൻറോൾ ചെയ്തതിന് ശേഷം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്ത് വന്നിരിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. ഇൻഫർമേഷൻ ടെക്നോളജിക്കകത്ത് 22 വാക്കൻസീസ് പറഞ്ഞിരിക്കുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, ഏത് ബ്രാഞ്ചും ആയിക്കോട്ടെ, നിങ്ങൾ എഞ്ചിനീയറിംഗിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷനുള്ള ഏത് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഏത് ഫീൽഡിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ആൻഡ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ പക്ഷേ കമ്പ്യൂട്ടർ സയൻസിലോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ആയിരിക്കണം. ഓക്കെ, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഏത് സ്ട്രീം ആണെങ്കിലും പ്രശ്നമില്ല. ഇനി നിങ്ങൾ നോർമൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി വെച്ചിട്ടാണ്, വേറെ ഏതെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ആ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ആയിരിക്കണം. അതിനടുത്ത് വന്നിരിക്കുന്ന പോസ്റ്റ് റിസർച്ച് പോസ്റ്റ് ആണ്. 4 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ് ചോദിച്ചിരിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ വരുന്നത് ഇൻ എക്കണോമിക്സിന്റെ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്കണോമിക്സ്, കൊമേഴ്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, എക്കണോമെട്രിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ്, ഫിനാൻഷ്യൽ എക്കണോമിക്സ്, അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻസിനകത്തും ഇതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ്, മാത്തമാറ്റിക്കൽ ഫിനാൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ഇന്റർനാഷണൽ ഫിനാൻസ്, ബിസിനസ് ഫിനാൻസ്, ഇന്റർനാഷണൽ ആൻഡ് ട്രേഡ് ഫിനാൻസ്, അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡേറ്റ അനലിറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേറ്റിക്സ്, ഇതിൽ ഏതുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഇനി മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി മാത്തമാറ്റിക്സ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 year പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ് വേണ്ടത്.
അപ്പോൾ ഇത്രയാണ് റിസർച്ച് പോസ്റ്റിനകത്ത് വരുന്ന ക്വാളിഫിക്കേഷൻ. അടുത്ത് വരുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജിനകത്ത് 3 വേക്കൻസിയാണ് ഉള്ളത്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി ഓർ ഹിന്ദി ട്രാൻസ്ലേഷൻ വിത്ത് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്ട്. അപ്പോൾ നിങ്ങൾ ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ ഹിന്ദി ഓർ ഹിന്ദി ട്രാൻസ്ലേഷൻ വിത്ത് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ സാൻസ്ക്രിറ്റ് ഓർ ഇംഗ്ലീഷ് ഓർ എക്കണോമിക്സ് ഓർ കൊമേഴ്സ് വിത്ത് ഹിന്ദി നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ആയിട്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ലെവലിൽ ഉണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഓർ ഹിന്ദി ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ ഉണ്ടായിരിക്കണം. ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രം മതിയാവും. ഡിസൈറബിൾ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഡിസൈറബിൾ ആണ്, മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഫൈനൽ ഇയേഴ്സ് ആണെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്, നമ്മൾ പറയുന്നതായിരിക്കും. അടുത്ത് വരുന്നത് എഞ്ചിനീയറിംഗ് സിവിൽ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 3 വേക്കൻസീസ് ആണ് ഉള്ളത്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്കത് ഡിസൈറബിൾ ആണ്, നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിലേ അപ്ലൈ ചെയ്യാൻ പറ്റുന്നല്ല. നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു ജോബിൻ്റെ സ്ട്രീംസും അതുപോലെ തന്നെ വാക്കൻസീസും ക്വാളിഫിക്കേഷനും വരുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഹൂ ആർ അപ്പിയർഡ് ഓർ വിൽ അപ്പിയർ ഫോർ ദി ഫൈനൽ എക്സാമിനേഷൻ. നിങ്ങൾ ഫൈനൽ എക്സാമിനേഷൻ അപ്പിയർ ചെയ്തിരിക്കുന്നത് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിലും ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫില്ലിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നതിൻ്റെ അന്നേക്ക് മുന്നേ നിങ്ങൾ ഫൈനൽ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അതായത് ആപ്ലിക്കേഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ റിസൾട്ട് വെയിറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. റിസർവേഷൻ ഉണ്ടായിരിക്കും OBCക്കും അതുപോലെ തന്നെ EWSനും SC/ST PWD കാൻഡിഡേറ്റ്സിനൊക്കെ നമുക്ക് ലോ അനുസരിച്ചിട്ടുള്ള റിസർവേഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 30 ആണ്, 30 വയസ്സാണ്. സെപ്റ്റംബർ 30, 2025 30 വയസ്സ് കഴിയാത്തവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇതിനകത്ത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ റൂൾസ് അനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് 3 ഫേസസ് ആണ്. ഫേസ് 1 ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയിരിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ദെൻ അതിനുശേഷം അതിൽ നിന്ന് കൺസിസ്റ്റിംഗ് ഓഫ് 2 പേപ്പേഴ്സ്. പിന്നെ അവിടെ നിന്ന് കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇൻ ഫേസ് 1 വിൽ അപ്പിയർ. അതിൽ ഫേസ് 1 ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും 2 പേപ്പർ. ആ 2 പേപ്പർ നിങ്ങൾ ക്ലിയർ ചെയ്യുന്നവർക്ക് ഷോർട്ട് ലിസ്റ്റ് ആവുന്നവരെ ഫേസ് 2ലേക്കായിരിക്കും പോവുക. ആ ഫേസ് 2നകത്ത് വരുന്നതും ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. അതിനകത്ത് 2 പേപ്പർ തന്നെയാണ് വീണ്ടും ഉണ്ടാവുക. അതിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ ഉണ്ടാവുന്നത് ഇന്റർവ്യൂ ആയിരിക്കും. അപ്പം 2 ഫേസ് 1 ഫേസ് 2 ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും. 2 എക്സാമിനേഷനും 2 പേപ്പർ വീതമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവും ഉണ്ടാവും. അങ്ങനെ 3 ഫേസിലായിട്ടായിരിക്കും ഇതിന്റെ മോഡ് ഓഫ് സെലക്ഷൻ വരുന്നത്. സെലക്ടഡ് കാൻഡിഡേറ്റ്സ് റിക്രൂട്ട്മെന്റ് വിൽ അണ്ടർഗോ പ്രൊബേഷൻ ഓഫ് 2 ഇയേഴ്സ്. 2 വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും ഉണ്ടാവുക. ഇതിനകത്ത് സാലറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കോമഡേഷനും അതുപോലെ വിത്തൗട്ട് അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം 1,84,000 രൂപ വരും. നിങ്ങളുടെ അലോവൻസ്, സ്പെഷ്യൽ അലോവൻസ്, ഡിയറൻസ് അലോവൻസും ഫാമിലി അലോവൻസും ലോക്കൽ അലോവൻസും നിങ്ങളുടെ അക്കോമഡേഷനും എല്ലാം കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 1,84,000 രൂപ വിത്തൗട്ട് അക്കോമഡേഷനും 1,43,000 രൂപ വിത്ത് അക്കോമഡേഷനും. ഒരു പെർ മന്തിലെ കാര്യമാണ് പറയുന്നത്. ഒരു പെർ മന്തിൽ ഇത്രയേറെ സാലറി നിങ്ങൾക്ക് വരുന്നുണ്ട്. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ എക്സാമിനേഷൻ ആണെങ്കിലും ഇൻ്റർവ്യൂ ആണെങ്കിലും വേരിയസ് സിറ്റീസിൽ എവിടെ വെച്ചിട്ട് വേണം നമുക്ക് വേരിയസ് സിറ്റീസിൽ അക്രോസ് ഇന്ത്യയിൽ വരുന്നതായിരിക്കും. അതിന് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാവും. 1000 രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. പ്ലസ് GST ഉണ്ടാവും, 80% GST ഉണ്ടാവും. അൺറിസർവ്ഡ് OBC EWS കാറ്റഗറീസിനാണ് ഈ ഒരു ഇത് വരുന്നത്. അതേസമയം നിങ്ങൾ SC/ST PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപയും ഇൻറ്റിമേഷൻ ചാർജും പ്ലസ് GST ആയിരിക്കും വരിക. 100 രൂപയും GST മാത്രമായിരിക്കും വരിക. നിങ്ങൾക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ടായിരിക്കും. SC/ST OBC PWD കാൻഡിഡേറ്റ്സിന് ഫ്രീ ആയിട്ട് തന്നെ ഓൺലൈൻ മോഡിൽ നിങ്ങൾക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് ഉള്ളത്. ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലൈവ് ആയിട്ടില്ല. ഓൺലൈൻ ആപ്ലിക്കേഷൻ ലിങ്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ അഡ്വർടൈസ്മെൻറ്റും വരുന്നത് ഒക്ടോബർ 30 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കാരണം ഒക്ടോബർ 30 കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. ഡീറ്റെയിൽ അഡ്വർടൈസ്മെൻറ്റ് വരുന്ന അന്ന് തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അന്ന് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കാര്യങ്ങളും അതുപോലെ തന്നെ വാക്കൻസീസ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അതിനകത്തായിരിക്കും വരിക. ഇത് ജസ്റ്റ് ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടീസാണ്
വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഈ ഒരു നോട്ടീസിനകത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഈ ഒരു നോട്ടീസ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിസർവേഷന് ഇപ്പോൾ ഏജ് റിലാക്സേഷൻ ആണെങ്കിലും അതിനൊക്കെ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ തന്നെ ഇങ്ങനെ ഒരു നോട്ടീസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ചെയ്ത 2 വീഡിയോയുടെ ആരും നിങ്ങൾ മറക്കണ്ട. ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി നല്ലൊരു ഓഫറാണ്. നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഓഫ് വാക്കൻസീസ് ഉണ്ട്. ഒരു 1400-ലധികം വാക്കൻസീസ് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. 26ഓളം പോസ്റ്റുകളാണ് ഉള്ളത്. അതിൽ മിക്കതിലും ഫ്രഷേഴ്സിന് അപ്ലൈ കഴിയുന്ന പോസ്റ്റുകളാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകൾ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ 10th പാസ്സാണെങ്കിലും ഇനി 10th അല്ല ITI ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 10th ITI ഡിപ്ലോമ തുടങ്ങി ഏത് പോസ്റ്റിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഏതൊരു ക്വാളിഫിക്കേഷനുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ഇപ്പോൾ എൻ്റെ സ്ക്രീനായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും ഒഫീഷ്യൽ വെബ്സൈറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് അല്ലെങ്കിൽ പിന്നീട് കമൻറ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.